വെൽക്കം ടു സ്ട്രക്ചറൽ ഡിസൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ലെറ്ററിങ്ങിനെ കുറിച്ചാണ്. SP46/1988 തുടങ്ങിയിട്ടുള്ള കോഡുകളിൽ നമുക്ക് ലെറ്ററിങ്ങിനെ പറ്റി കാണാം. ഈ ലെറ്ററിങ്ങിൻ്റെ സെക്ഷനിൽ എന്താണ് പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എന്താണ് ഇമ്പോർട്ടൻസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ സ്പെസിഫിക്കേഷൻ രണ്ട് തരത്തിലുള്ള ലെറ്ററിങ്ങിനും ബാധകമാണ്. അതായത് സ്റ്റെൻസിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ലെറ്ററിങ്ങിനും അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ലെറ്ററിങ്ങിനും ബാധകമായ റൂൾസാണ് നമ്മൾ ഈ പറയുന്നത്. സ്റ്റെൻസിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റെൻസിൽ ഒരു ടെംപ്ലേറ്റ് ആണ്. ആ ടെംപ്ലേറ്റിൽ നമുക്ക് നമ്മുടെ ലെറ്റേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സിന് A to Z വരെയുള്ള ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതിനുള്ള ഒരു സ്ലോട്ട്സ് കാണും. സ്ലോട്ട്സിലൂടെ നമുക്ക് ആ ലെറ്റേഴ്സ് ഈക്വൽ എല്ലാ ഹൈറ്റും വിഡ്ത്തും സ്റ്റെൻസിലുള്ള പോലെ തന്നെ നമുക്ക് വീണ്ടും രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രീ ഹാൻഡ് ലെറ്ററിങ്. ഫ്രീ ഹാൻഡ് ലെറ്ററിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതാം. ഇപ്പോൾ എ എന്നുള്ളൊരു ലെറ്റർ എ, ഇതിനകത്ത് നമ്മൾ എഴുതിയപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. ഇത് വന്നിരുന്ന ആംഗിള് മുകളിൽ നിന്നും നമ്മൾ താഴോട്ടാണ് എഴുതിയത്, അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്മൾ താഴോട്ടാണ് എഴുതിയത്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എഴുതിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതിൻ്റെ കാര്യം? ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ O എഴുതുന്നു. O എഴുതുമ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുകളിൽ നിന്നും താഴോട്ട് എന്നൊരു ആംഗിളാണ് നമുക്കുള്ളത്, അതുപോലെ തന്നെ ഇതും മുകളിൽ നിന്നും താഴോട്ട് എന്നുള്ളൊരു ആംഗിൾ. നമ്മൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ, ഇത് നമ്മളുടെ ഹാൻഡ് ആണെന്നിരിക്കട്ടെ, നമ്മൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു പേപ്പറുമായിട്ട് ഒരു പ്രത്യേക ആംഗിൾ, അതായത് 60 ഡിഗ്രി, അപ്രോക്സിമേറ്റ് 60 ഡിഗ്രി മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. 60 ഡിഗ്രി മേക്ക് ചെയ്ത് എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് എഴുതുമ്പോൾ പേപ്പറിന് കേടുപാട് വരുന്നില്ല. പക്ഷേ നമ്മൾ താഴെ നിന്നും മുകളിലോട്ട്, ഇപ്പോൾ ഓയുടെ ഈ ഡയറക്ഷൻ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ പേപ്പറിന് കേടുപാട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രിഫറൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എത്ര ടൈപ്പ് ലെറ്ററിംഗ് ആണ് നമ്മൾ SP46 പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഓരോ ടൈപ്പ് ലെറ്ററിങ്ങിനും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ജനറലായിട്ട് രണ്ട് ടൈപ്പിലുള്ള ലെറ്ററിംഗ് ആണ് SP46 പറയുന്നത്. അതായത് ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എ, ടൈപ്പ് ബി. ഈ ടൈപ്പ് എയും ബിയും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ലെറ്ററിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. എന്താണ് ലെറ്ററിൻ്റെ ഹൈറ്റ്? ലെറ്ററിൻ്റെ താഴത്തെ എൻഡ് മുതൽ അതുപോലെ തന്നെ മുകളിലത്തെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ലെറ്ററിങ്ങിൻ്റെ ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ലെറ്ററിങ്ങും നമ്മൾ SP46 കാണുന്നുണ്ട്. അതായത് ബേസ് ചെയ്യുന്നത് രണ്ടിൻ്റെയും D/H റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ലെറ്ററിങ് എ ടൈപ്പും ലെറ്ററിങ് ബി ടൈപ്പും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. ജനറലി ഹൈറ്റ് വെച്ചിട്ടാണ് ലെറ്ററിങ്ങിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം. ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലെറ്ററിങ്ങിൻ്റെ എല്ലാ ഡയമെൻഷനും പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ തിക്നെസ്, അതായത് ഡെപ്ത് ബൈ തിക്നെസ് റേഷ്യോ വെച്ചിട്ടാണ് അതിൻ്റെ ടൈപ്പ് എയും ടൈപ്പ് ബിയും നമ്മൾ സ്പെസിഫൈ ചെയ്ത് മാറ്റുന്നത്. എന്താണ് ടൈപ്പ് എയുടെയും ടൈപ്പ് ബിയുടെയും D/H റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം? ഡി എന്ന് പറയുന്നത് നമ്മൾ ലെറ്ററിങ്ങിൻ്റെ ആ ലൈൻ തിക്നെസ് ആയിരിക്കും നമുക്ക് ഡി. നമ്മൾ ലൈൻ വെയ്റ്റിനെ പറ്റി വേറൊരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം തിക്നെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് എ എന്ന ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആ ലെറ്ററിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ ഡി എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റിനെയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി D/H റേഷ്യോ എങ്ങനെയാണ് വരുന്നത്. അതായത് അതിൻ്റെ തിക്നെസ് ബൈ ഹൈറ്റ് റേഷ്യോ ആണ് D/H. ടോട്ടൽ ഹൈറ്റിനെ 14 ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമായിരിക്കും അതിൻ്റെ തിക്നെസ്. ടൈപ്പ് എ ലെറ്ററിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ ടൈപ്പ് ബി ലെറ്ററിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഹൈറ്റിനെ 10 ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും അതിൻ്റെ തിക്നെസ്. ഇതാണ് ടൈപ്പ് എ ലെറ്ററിൻ്റെയും ടൈപ്പ് ബി ലെറ്ററിൻ്റെയും ഡിഫറൻസ്. ഇനി നമുക്ക് ഓരോ ലെറ്റേഴ്സിനെ വെച്ച് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് I എന്ന ലെറ്ററിൻ്റെ ഹൈറ്റ് ഉണ്ട്, D എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/14 ഓഫ് ഹൈറ്റ് എന്ന്
നമുക്കിനി ജനറലൈസ് ചെയ്ത് പറയാം. അതായത് ടൈപ്പ് എ ലെറ്ററിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 × h/14 ആണ്. അതുപോലെ തന്നെ ടൈപ്പ് ബി ലെറ്ററിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 × h/10 ആണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഓരോന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. അതായത് നമുക്കിപ്പം ഇതിൻ്റെ തിക്നെസ് കിട്ടി. തിക്നെസ്സിൻ്റെ ഇരട്ടിയായിരിക്കും അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസിങ്, അതിൻ്റെ ഇരട്ടിയായിരിക്കും, അതിൻ്റെ രണ്ടിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയായിരിക്കും അടുത്ത വേർഡ്സ് തമ്മിലുള്ള സ്പേസിങ്. ആ ഒരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഡി എന്ന് പറയുന്ന തിക്നെസ് 1 h/14, അതുപോലെ തന്നെ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2 h/14, അതുപോലെ വേർഡ്സ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2 1 3ൻ്റെ ഇരട്ടി 6 h/14. രണ്ടിനകത്തും അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്മോൾ ലെറ്റർ വേർഡിൻ്റെ ഹൈറ്റാണ്. സ്മോൾ ലെറ്റർ വേർഡിൻ്റെ ഹൈറ്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വേർഡ് ഹൈറ്റിൻ്റെ 70% ആയിരിക്കും വരുന്നത്. 70% എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 9.8 വരും, അത് 10 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ബി ലെറ്ററിൻ്റെ 70% എന്ന് പറയുമ്പോഴത്തേക്ക് 7h/10 വരും. അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് 2 ലൈൻസ് തമ്മിലുള്ള സ്പേസിങ്. അതായത് നമുക്ക് ഒരു ലൈനിൽ എഴുതിയിരിക്കുന്ന ലെറ്ററിങ്ങും അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ വരുന്ന ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ലെറ്റർ ഹൈറ്റിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് സിയുടെ ഇരട്ടി 2 ടൈംസ് സി ആയിരിക്കും ബി. ഇതാണ് നമുക്ക് ഈ ലെറ്ററിങ്ങിന് സിമ്പിളായിട്ട് പഠിക്കാനുള്ള എളുപ്പവഴി. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്പെസിഫിക്കേഷനാണ് ടൈപ്പ് എ ലെറ്ററിൻ്റെയും ടൈപ്പ് ബി ലെറ്ററിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഹൈറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡ്രോയിങ്ങിനകത്താണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ബ്ലോക്ക്, അതുപോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെ ഹെഡിങ്, സ്പെസിഫിക്കേഷൻ, അതുപോലെ ഡീറ്റെയിലിങ്, ഇതിനകത്ത് ഓരോരോ വേർഡ്സിനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹൈറ്റ് വ്യത്യാസമുണ്ട്. ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഓരോരോ സ്പെസിഫിക്കേഷനകത്ത് സ്പേസിങ്, അതുപോലെ ലെറ്ററിൻ്റെ സ്പേസിങ്, ലൈൻ സ്പേസിങ്, അതൊക്കെ എങ്ങനെ മാറുന്നുള്ളതാണ് പല ഹൈറ്റ് ഓഫ് ദി വേർഡ്സിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻസ്. അത് 2 ലെറ്ററിങ്ങിനും ടൈപ്പ് എ ലെറ്ററിങ്ങിനും ടൈപ്പ് ബി ലെറ്ററിങ്ങിനും ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 എക്സെപ്ഷൻ കേസസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്ന ലൈൻസ് തമ്മിലുള്ള സ്പേസിങ്, അതുപോലെ തന്നെ അതിൻ്റെ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് നമ്മൾ പറഞ്ഞിരുന്നത് മിനിമം ആയിരുന്നു. ഈ മിനിമം തിക്നെസ്സിനകത്തുനിന്ന് കുറച്ച് വേരിയേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ 2 ലെറ്റേഴ്സ്, അതായത് ഒരു ലെറ്റേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ തിക്നെസ്സിൻ്റെ ഇരട്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഈ കേസിൽ വരുന്നിടത്ത്, അതായത് ഈ വരുന്ന 2 കേസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിക്നെസ് വരെ ആക്കാം. അതായത് തിക്നെസ് ഓഫ് ദി ലെറ്റർ വരെ ഇത് തമ്മിലുള്ള സ്പേസിങ് ആക്കാം. പക്ഷേ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. നമ്മൾ അല്ലാതുള്ള കേസുകളിലെല്ലാം നമ്മൾ തിക്നെസ്സിൻ്റെ ഇരട്ടിയായിരിക്കണം നമ്മൾ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് എടുക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ്. ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മൾ വെർട്ടിക്കൽ ലെറ്റേഴ്സിനെ പറ്റിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിക്കലിൽ നിന്നും 15 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്ത് ലെറ്റേഴ്സിനെ നമ്മൾ ഫോം ചെയ്യുന്നതിനാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.